ജന്മം കൊണ്ട് മലയാളി അല്ലെങ്കിലും മലയാളികൾക്ക് എക്കാലവും പ്രിയങ്കരിയായിട്ടുള്ള ഒരു നടിയാണ് സലീമ. കേരളം സലീമയ്ക്കും ഏറെ പ്രിയപ്പെട്ട ഒരിടം തന്നെയാണ്. നക്ഷതങ്ങൾ, ആരണ്യകം തുടങ്ങിയ സിനിമകളാണ് മലയാളികൾക്കിടയിൽ സലീമയെ പ്രശസ്തിയാക്കിയത്. ചുരുക്കം സിനിമകളിലൂടെ പ്രേക്ഷകരുടെ സ്നേഹം ആവോളം നേടിയ നടി അവസാനമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് രേഖാചിത്രം എന്നുള്ള ആസിഫ് അലി സിനിമയിലാണ്. ഏറെ കാലത്തിന് ശേഷം സലീമ മലയാളത്തിലേക്ക് തിരിച്ചെത്തിയത് രേഖാചിത്രത്തിലൂടെയാണ്. 54-കാരിയായ താരത്തെക്കുറിച്ച് കേൾക്കാൻ ഒട്ടും സുഖം തോന്നാത്ത ഒരു റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വരുന്നത്. നടിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. മൗത്ത് ക്യാൻസർ ആണ് നടിക്ക് സ്ഥിരീകരിച്ചത്. എന്നാൽ സങ്കടപ്പെടുത്തുന്ന മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞാൽ താരത്തിന് ചികിത്സിക്കാൻ ആവശ്യത്തിനുള്ള പണമില്ല എന്നുള്ളതാണ്. താരത്തിനെ ക്യാൻസറിൽ നിന്ന് മോചിപ്പിച്ച് തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് സഹപ്രവർത്തകരും സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം. പല്ലുമായി ബന്ധപ്പെട്ട ചില അസ്വസ്ഥതകളും വേദനകളും കാരണമാണ് സലീമ ആദ്യം ദന്ത ഡോക്ടറെ സമീപിച്ചത്. അണപ്പല്ലുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളും മോണയിൽ വേദനയും വലത് കവിളിലെ മുറിവും ഒക്കെ സലീമയ്ക്ക് ഉണ്ടായിരുന്നു. മുറിവ് പരിശോധിച്ച ഡോക്ടർ ബയോപ്സി കുറിച്ചു. പിന്നീട് നിരവധി പരിശോധനകൾ നടത്തിയപ്പോഴാണ് കഴുത്തിലെ ലിംഫ് നോഡുകളിലെ പ്രശ്നം കണ്ടത്. പിന്നാലെ ബയോപ്സിയുടെ റിസൾട്ടും വന്ന് അത് പരിശോധിച്ചപ്പോഴാണ് നടി കാർസിനോമ എന്ന ഓറൽ ക്യാൻസർ ആണെന്നുള്ളത് കണ്ടെത്തിയത്. കഴുത്തിലെ ലിംഫ് നോഡുകളിലെയും രോഗം പടർന്നിട്ടുണ്ട്. വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് താരത്തെ. അധികം വൈകാതെ ഒരു ശസ്ത്രക്രിയ നടത്തിയാൽ വായിലെ ക്യാൻസർ നീക്കം ചെയ്യാൻ സാധിക്കും. പക്ഷേ വലിയൊരു തുക ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കും എല്ലാമായിട്ട് ആവശ്യമായി വരും. തുടർ ചികിത്സയ്ക്കായിട്ട് 20 ലക്ഷത്തിനടുത്ത് തന്നെ രൂപ വേണം. സർജറിക്ക് അടക്കം എല്ലാത്തിനുമായി ഇത്രയും ഭാരിച്ചൊരു തുക എടുക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി നടിക്കില്ല. അത് മനസ്സിലാക്കിയാണ് നടിയുടെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ടും തുടങ്ങി സുഹൃത്തുക്കൾ സഹായം അഭ്യർത്ഥിച്ചു തുടങ്ങിയത്. നടി ചാർമിൾ അടക്കമുള്ളവർ സലീമയുടെ അസുഖവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും സാമ്പത്തിക സഹായം നൽകാൻ മനസ്സുള്ളവർക്കായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പങ്കുവച്ചിട്ടുമുണ്ട്. വിവിധ ഭാഷകളിൽ 300ഓളം സിനിമകളിൽ നായികയായും ഹാസ്യ നടിയായും അഭിനയിച്ച ഗിരിജയുടെ മകളാണ് സലീമ. കലേശ്വരി ദേവി എന്നാണ് യഥാർത്ഥ പേര്. നടി ഗിരിജയുടെ മകൾ എന്നുള്ള ടാഗാണ് തുടക്കകാലത്ത് സലീമയ്ക്ക് സിനിമകൾ കിട്ടാൻ കാരണമായത്. തമിഴ്, കന്നഡ, തെലുങ്ക് എന്നീ ഭാഷകളിലും നടി അഭിനയിച്ചിട്ടുണ്ട്. നടി എന്നതിലുപരി സംരംഭകയും എല്ലാമായിരുന്നു സലീമ. നടിയുടെ സിനിമ അരങ്ങേറ്റം എന്ന് പറയുന്നത് തെലുങ്ക് സിനിമയായിട്ടുള്ള മേഘ സന്ദേശത്തിലൂടെയായിരുന്നു. പിന്നീട് തമിഴിൽ സിനിമ ചെയ്തതിനു ശേഷമാണ് ഞാൻ പിറന്ന നാട്ടിൽ എന്ന സിനിമയിലൂടെ മലയാളത്തിലേക്ക് എത്തുന്നത്. നഖശതങ്ങളായിരുന്നു സലീമയുടെ ആദ്യത്തെ മലയാള ഹിറ്റ് സിനിമ. പിന്നീടാണ് ആരണ്യകവും, മഹായാനം, വന്ദനം തുടങ്ങിയ സിനിമകൾ സലീമയുടെ കരിയറിൽ സംഭവിക്കുന്നത്. അതിനുശേഷം സലീമയെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ല. ബിസിനസ്സുമായി ബന്ധപ്പെട്ട തിരക്കുകൾ കൊണ്ടും വ്യക്തിപരമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ടുമാണ് സിനിമയിൽ നിന്ന് മാറി നിന്നത് എന്നാണ് തിരികെ എത്തിയപ്പോൾ നടിയെ പ്രതികരിച്ചത്. ഒരു കാലത്ത് വിലപിടിപ്പുള്ള താരമായിരുന്നിട്ടും സാമ്പത്തിക ഭദ്രത നടിക്കുണ്ടായിരുന്നില്ല എന്നുള്ള സംശയവും ആരാധകർക്കുണ്ട്. അമ്മ ഗിരിജയും ഒരു കാലത്ത് മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു നടിയായിരുന്നു.